ഈ നാട്ടിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Next, we are moving to Kolsai Lake. This is our guide. Hello. My name is Marat. Marat. Yes. 20 minutes drive to Kolsai Lake, and we will go direct to Taro restaurant with lake view. Okay. This Tara restaurant. Taro restaurant most popular now. They are preparing now for winter season. It's forage, dry grass for domestic animals. Because most of the people, I think all the people, all the citizens of this village have domestic animals like horse, sheep, and cows, of course. ഇപ്പം നമ്മൾ പോരുന്ന വഴിക്ക് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ കറ്റകൾ വിൻ്റർ സീസണിന് വേണ്ടിയിട്ട് ഹൗസിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ ചൂട് പിടിക്കാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കാരണം തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ -30 ആ ഒരു റേഞ്ചിലായിരിക്കും ടെമ്പറേച്ചർ. അങ്ങനെ മാറത്ത് പറയുന്നത് ഒരു സ്പെഷ്യൽ റൂട്ടിലൂടെ നമ്മളെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അതായത് സാധാരണ എല്ലാവരും പോകുന്ന ആ ഒരു റൂട്ടല്ല, ഇയാൾക്ക് മാത്രം ഇവിടുത്തെ സ്പെഷ്യൽ ലൈസൻസ്ഡ് ഗൈഡ് ആയതുകൊണ്ട് ഇവിടെ വളരെ ചുരുക്കം വിരലിലൊതുങ്ങാവുന്നവർക്ക് മാത്രം എൻട്രി ചെയ്യാവുന്ന റോഡുകളും കാര്യങ്ങളും പ്രൈവറ്റ് റോഡുകളുണ്ട്. ലൈക്ക് താരി റെസ്റ്റോറൻറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, സെലിബ്രിറ്റി കോഫി ഒരു കഫേയാണ്. വളരെ മനോഹരമായിട്ടുള്ള റോഡ് ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കിതിന് വാക്കുകളില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ ഹട്ടുകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ചെക്ക് പോയിന്റിൽ എത്താറായി. ഇവിടെ കാറിൽ ക്യൂലൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. Oh, you're VIP here, right? You have more access to the police, military, everything. You don't need pass or anything. അത്രയും കാറുകളോട് ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഗൈഡ് ഇതാ ഇടിച്ചു കയറി അങ്ങനെ പോകുന്നു. ഇതാ പറഞ്ഞത്, ഇയാൾ ഇവിടുത്തെ സ്പെഷ്യൽ പുള്ളിയാട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ഈ ഗൈഡിൻ്റെ കൂടെ യാത്ര ചെയ്യാം. വെറുതെ ചെക്ക് പോസ്റ്റിൽ ടൈം കളയണ്ടല്ലോ. ഏതായാലും എനിക്ക് ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇദ്ദേഹത്തെ. അത് ഇപ്പോൾ അത് മുതലായി എന്ന് തോന്നുന്നു. ഇതിവിടുത്തെ ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് സ്പെഷ്യൽ ബസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോൾസായ് ലേക്ക് നാഷണൽ പാർക്കിലൂടെയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,61,000 ഹെക്ടേഴ്സ് ഭൂമിയാണ് ഈ പരന്ന് കിടക്കുന്നത്. അതിൽ തന്നെ യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ബഫർ സോൺ, അതായത് കോർ ഇന്നർ ഏരിയ, അതൊരു 67,000 ഹെക്ടേഴ്സ് ഭൂമിയാണ് അതിൽ വരുന്നത്. അത് പ്രധാനമായിട്ടും റെയറായിട്ടുള്ള സസ്യജന്തുജാലകങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലുതാക്കുന്നില്ല. അതായത് ഇവിടെ റെയറായിട്ട് കാണുന്ന ഈ റെഡ്ഡിയറുടെ റെയറല്ല കേട്ടോ, ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വന്ന സമയത്തൊന്നും ഒന്നും കാണുന്നില്ല. So this to the right, it's a regular road. There is parking there, parking place there, but after you have to hiking to Taro restaurant. This one road not for all to work there, and for people who stay in the Kolsai Nomads Hotel, or now you name it Pana Hotel, you will see it. But until the hotel it's allowed to go. കോൾസായ് ലേക്കിന് സമീപത്തുള്ള സ്റ്റാർ ഹോട്ടലിലോട്ടുള്ള പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്നത്. ലൈക്ക് ഇപ്പോൾ പഴയ കോൾസായ് നൊമാദിക് ഹോട്ടൽ ഇപ്പോൾ ആ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പന യൂണിക് കോൾസായ് എന്ന നെയിമിലാണ് അറിയപ്പെടുന്നത്. അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ശരിക്കും ഇതിലൂടെ എൻട്രി ഉള്ളൂ. പക്ഷെങ്കിൽ നമുക്ക് മാറത്തിന് കിട്ടിയതുകൊണ്ട് ഏത് റോഡിലൂടെയും കയറിപ്പോകാം. അപ്പം നമ്മുടെ ഗൈഡിനോട് ചോദിച്ചു വേറെ ഏതൊക്കെ ആനിമൽസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മെയിനായിട്ട് കാണുന്നത് സൈബീരിയൻ ഇബക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വരയാട് പോലെയുള്ള ആടാണ്. പിന്നെ റെഡ് ഫോക്സ്, പക്ഷെങ്കിൽ അതൊക്കെ കാടിൻ്റെ ഉള്ളിലാണ് അധികം നിൽക്കുന്നത്. ഇപ്പോൾ ഇത് റോഡായതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് വരില്ല. പിന്നെ ഇവിടെയുള്ള നമ്മുടെ യുനെസ്കോ ഹെറിറ്റേജ് ആക്കാനുള്ളൊരു കാരണമുണ്ട്. അതായത് ടിയാൻ ഷാൻ ഈ മൗണ്ടെയിൻ ഏരിയയിലുള്ള പ്രത്യേക തരത്തിലുള്ള ബ്രൗൺ ബെയർ ഉണ്ട്. ഗിസ്ലി ബെയർ അല്ല,
ഒരു ടിയാൻഷാൻ ബ്രൗൺ ബെയർ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മഞ്ഞുകാലത്തിലൊക്കെ പുറത്ത് കാണുന്ന സ്നോ ലെപ്പേർഡ്, അതേപോലെ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പുലി, ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഈ ഒരു കാട്ടിലെ പ്രത്യേക തരത്തിലുള്ള റെയറായിട്ട് കാണുന്ന സ്പീഷീസ്. വളരെ റെയറാണെന്ന് ഭൂമിയിൽ. അപ്പോൾ അതിനെ കൂടെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതൊരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഇതിനെ കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ കാടിലൂടെയാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Where area we can go this way? It's now, right? ഭയങ്കരമായിട്ട് ആഴമുള്ള കൊക്കയുടെ സൈഡിലൂടെയൊക്കെ ആട്ടോ നമ്മുടെ കാറ് പോകുന്നത്. മഞ്ഞുകാലത്ത് ഇവിടെ മൊത്തം കാട്ടയ്ക്ക്, അതായത് ഒരാൾ ഹൈറ്റിൽ മഞ്ഞ് വീണ് നടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതിലൂടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അഡ്വഞ്ചറസ് ആണ്. ഇതോ മുമ്പിലൊരു കാറ് പെട്ടല്ലോ. ഇനി നമ്മുടെ ഡ്രൈവർ കൊള്ളാട്ടോ. ഇത് ഭയങ്കര കയറ്റാട്ടോ. ഞങ്ങൾക്കത് എത്രത്തോളം വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ വെരി ഹാർഡ് ടു ഡ്രൈവ് ത്രൂ. ഇപ്പോൾ ഭയങ്കര ചളിയൊക്കെ പിടിച്ചൊരു മടിയായിട്ടുള്ളൊരു ഇതാണ്. ഈവൻ നമ്മുടെ ടയർ തന്നെ ബാക്കിലോട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. kilometers now, 185. Some here, 40,000 kilometers. എമിക്ക് എത്ര എണ്ണാനെ കണ്ട്?
അണ്ണാനെ കണ്ടോ? സ്ക്യൂറലിനെ കണ്ടോ? In winter, it's difficult to drive here. Exactly. With that complete white Ice here. yes. I use usually low gear. Now only first gear enough. But in winter, low gear. I Exactly. don't like it. അതായത് വിൻ്റർ ആകുമ്പോഴേക്കും ഈ റോഡ് മൊത്തം ഒരാളുടെ ഹൈറ്റിൽ സ്നോ ഉണ്ടായിരിക്കും. പിന്നെ അത് റിക്കവർ ചെയ്യാനും മറ്റും അതിൻ്റെതായ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഹോട്ടലിൻ്റെ ഒരു കോട്ടേജ് കാണുന്നുണ്ട്. ഈ കോട്ടേജിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നൈറ്റിന് $600 ആണ്. കണ്ടാൽ നമുക്ക് ചെറിയൊരു ആട്ടിൻകൂട് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവിടുത്തെ ലക്ഷറി എന്ന് പറയുന്നത് റൂമല്ല. ഇതിൻ്റെ ഈ ടിയാൻജ മൗണ്ടിൽ കാണുന്നത് ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ പേൾ ഓഫ് ദ ഖസാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന പേളിഷ് ലേക്കാണ് ആ കാണുന്നത്. കാറ് ഇവിടെയുള്ള ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങളങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് ആ തരി റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബാൽക്കണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ലേക്ക് ലോങ്ങിനായിട്ടുള്ള വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തിയിട്ട് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഷെയ്ഡ്സ് ഞാൻ ഇപ്പോഴാണ് മാറ്റുന്നത്. വ്യൂ സത്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ആ ഒരു കളറുണ്ടല്ലോ, ഷെയ്ഡ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ നാച്ചുറൽ കളർ. ശരിക്കും സത്യം പറയാലോ, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ വീഡിയോക്ക് വേണ്ടി പറയല്ല, അത്രയ്ക്കൊരു ഇമോഷനായിരുന്നു ആ സമയത്ത്. രക്ഷയില്ലാത്ത സീനാണ്. ഫസ്റ്റ് ഞാൻ ഈ ഗ്ലാസ്സിലൂടെ ആയിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഗ്രീൻ എന്നൊക്കെ കരുതി. പക്ഷേങ്കിലും വൺസ് ഗ്ലാസ് റിമൂവ് ചെയ്തപ്പോഴാണ് യാ അല്ലാ അത്രയ്ക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞത്. നമ്മുടെ മക്കളോട് എന്തൊക്കെ ചെയ്ത് നോക്കാം. You got the juice? No? Why? Emmy didn't share. Emmy, share it. Okay, fine. You already did. Coconut style? ഈ കഫേയിൽ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കോഫീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കോക്കനട്ട് മുതൽ എല്ലാ ഫ്രൂട്ട് ഫ്ലേവറിലുള്ള കോഫി ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു വിലയ്ക്കും. അപ്പോൾ ആ ഒരു കോട്ടേജ് എന്തുകൊണ്ടാണ് ഒരു രാത്രിക്ക് $600 കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ $1,500 കൊടുക്കുന്നത്, ഇത്രയ്ക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇവിടെ ക്ലീനാക്കി തരാം. ഇതാ ക്ലീനാക്കി. അതിന് കോക്കട്ട് ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമായോ? ഇവിടുന്ന് ഒരുപാട് പിക്ചേഴ്സ് വീഡിയോസ് ഇഷ്ടം പോലെ എടുത്ത് സ്റ്റോറേജ് അങ്ങ് ഫുള്ളാക്കിയിട്ടുണ്ട്. അത്രയ്ക്കും വ്യൂ ആണ്. ഇനി ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട്. താഴെ ആ ലേക്കിലൊരു ബോട്ടിംഗ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ അതാണ്. അപ്പോൾ ഈ കഫേയിൽ തന്നെ ഇരുന്നും 1 മണിക്കൂറിലധികം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ സൺസെറ്റ് ആവുന്നതിന് മുമ്പ് ബോട്ട് റൈഡ് ചെയ്യണം. ഹാൻഡ് റെയിൽ പിടിച്ചത് അടിച്ചിട്ട് നടക്കുന്നത്. അതാ ഇത് സ്പ്രിങ്ങിലൊക്കെ ഫുൾ ഫ്ലവേഴ്സ് ആണ്. അതിൽ വെക്കണ്ട, അത് സ്പ്രിംഗ് സീസണിന്റെ ഇത് നോക്ക്, ഫുൾ ഫ്ലവേഴ്സ് ആണ്. മിസ്റ്റർ മാരത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുകയാണ്. നമ്മൾ ബോട്ട് കയറാൻ പോവാണ്. ബോട്ടിൽ കയറി നമ്മൾ കരുതുക നല്ല റൊമാൻറ്റിക് ഈവനിങ് ആയിരിക്കും ഇതിനകത്ത് നിന്ന്. പക്ഷെങ്കിൽ ആക്ച്വലി ഈ ബോട്ടിനകത്ത് ഞങ്ങളുടെ ട്രാവൽ നടന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം.
The captain of this boat. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് ബാലൻസ് ഇഷ്യൂ ആണ് മോനെ. എങ്ങാനും കാറ്റ് വീശി മഴ സ്ട്രോങ് ആയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മറിഞ്ഞാണ്ട് വീട് ഈ ഐസ് 0 ഡിഗ്രി വാട്ടറിൽ. ഓക്കെ സേഫ്. എന്തായാലും എനിക്ക് ഒരു ഇഷ്ടമല്ല ചവിട്ടമ്മയ്ക്ക്. എനിക്ക് ഒറ്റ ഇഷ്ടമല്ല. അത് നല്ല മെനക്കെടാണ്. പക്ഷെങ്കില് നിങ്ങളുടെ ദേഷ്യമായിട്ട് കാര്യമില്ല. സേഫ്റ്റി റൂൾസ് ആണ്. മാറാൻ പറ്റില്ലല്ലോ. ഗായ്സ്, ഈ പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് ഇതിനകത്തുള്ള വല്ല ജന്തുക്കളെയും കണ്ട് നല്ല കാറ്റും നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ പോവാന്ന് കരുതുമ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ നടക്കുന്നത്. ഈ പെഡലിന് വേണ്ടിയിട്ടുള്ള പിടി വലി. പക്ഷേ എങ്കിൽ ഇവിടെ മക്കളിരുത്താൻ പറ്റില്ലല്ലോ, ബോട്ടിൻ്റെ ബാലൻസ് ചേഞ്ച് ആവില്ലേ. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഇത് തുഴയല്ല ചവിട്ടി മറിക്കണം. എനിക്കൊരു താല്പര്യമില്ല. ഇത് സ്റ്റോപ്പ് ഹാർഡ്. കുറച്ച് കിലോമീറ്റർ ഈ തണുപ്പിൽ പോരുമ്പോൾ നല്ല ഹാർഡാണ് ചവിട്ടാൻ. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഹട്ടാണ് ഈ കാണുന്നത്. ആ മേലെ ചെറിയൊരു കൂട് കണ്ടോ, അതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് എപ്പോഴും നമ്മൾ പുറമെ മേലെ പോയിട്ട് വേണം കാര്യം സാധിക്കാൻ. ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ താഴെയാണ്, ഈ ഒരു ലേക്കിൻ്റെ തീരത്ത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലക്ഷ്യം. വലിയ ഒറ്റയ്ക്ക് ബോട്ട് റൈഡ് ചെയ്യാനായിട്ട് ബോട്ട് ആയിട്ട് ഇതില്ല. എന്ത് ഫാസ്റ്റാ നോക്ക്. ഞാൻ മോനെ എമി എമിന്റെ മോന്ത ഇവിടെ അതി പുറത്ത് വെക്കാം. ഇവിടെ എമ്മിന്റെ ഫോൺ കുറച്ചു നേരം ബോട്ട് റൈഡ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പിയായി. അവിടെ നല്ല കളി നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ വിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കോൽസായി ലേക്ക്. ഈ കോൽസായി ലേക്കിലെ ഡ്രോൺ വിഷ്വൽസ് കുറച്ചൊക്കെ നമുക്ക് കാണാം.